ഹായ് ഓൾ, ഇറ്റ്സ് മീ ദൃശ്യ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും വിഷു എല്ലാം അടിച്ചു പൊളിച്ചു എന്ന് തന്നെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ വന്നിട്ട് വിഷുവിൻ്റെ അന്നത്തെ ദിവസം ഞാൻ ഒരുങ്ങിയ ഒരു കുട്ടി മേക്കപ്പ് ലുക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ മുഖം നന്നായിട്ട് ക്ലെൻസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മോയ്സ്ചറൈസറും സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു സെഫോറയുടെ കൺസീലർ വെച്ച് നമുക്ക് ഡാർക്ക് സ്പോട്ടൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഫൗണ്ടേഷനും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് കുറച്ചധികം കൺസീലർ എടുത്തിട്ടുള്ളത്. അത് ബ്ലെൻഡ് ചെയ്യാനായിട്ട് നമുക്കിതുപോലെ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ എടുക്കാം. അത് വെള്ളത്തിൽ ഒരു മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നന്നായിട്ട് സ്ക്വീസ് ചെയ്ത് വെള്ളം കളഞ്ഞ് അത് വെച്ചിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്യാം കേട്ടോ. നമ്മൾ കൺസീലർ ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ടൈം എടുത്ത് ബ്ലെൻഡ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് ഒരു നാച്ചുറൽ ലൈറ്റിൽ പോകുന്ന സമയത്ത് നമ്മളുടെ മുഖം കാണാൻ ഭയങ്കരമായിട്ട് വൃത്തികേടായിരിക്കും. അപ്പോൾ ടൈം എടുത്ത് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ ബ്ലെൻഡിങ് പരിപാടിയൊക്കെ ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മളുടെ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു എൽഫിൻ്റെ ഐബ്രോ പെൻസിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് തന്നെ ഷെയ്ഡ് ഡാർക്ക് ബ്രൗൺ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ ബ്ലാക്ക് യൂസ് ചെയ്യുമ്പം കുറച്ച് വൃത്തികേടായി കാണും, അതുകൊണ്ട് തന്നെ പരമാവധി ബ്രൗൺ ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ആ ഒരു ഐബ്രോ പെൻസിൽ വെച്ച് നമുക്ക് നമ്മുടെ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഫില്ല് ചെയ്തതിന് ശേഷം അതിൻ്റെ ബാക്ക് സൈഡിലുള്ള സ്പൂളി വെച്ചിട്ട് നമുക്ക് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മളുടെ ആ ഒരു ഐബ്രോസൊക്കെ നല്ല രീതിയിൽ അപ്പോൾ നിൽക്കും. അടുത്തതായിട്ട് ഇത് ഐലൈൻ ചെയ്യാൻ ഞാനിവിടെ ലാക്മെൻ്റെ ഐലൈനറാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഭയങ്കര ലൈറ്റായിട്ട്, അതായത് തിന്നായിട്ടാണ് ഞാൻ ഐലൈൻ ചെയ്തിട്ടുള്ളത്. കാരണം എൻ്റെ കണ്ണ് കുറച്ച് ചെറുതായതുകൊണ്ട് തന്നെ വലിയതായിട്ട് ഐലൈൻ ചെയ്ത് കഴിഞ്ഞാൽ ചില സമയത്ത് അത്ര വൃത്തി എനിക്ക് തോന്നാറില്ല. അതുകൊണ്ടാണ് ഞാൻ ചെറുതായിട്ട് ലൈറ്റായിട്ട് ഞാൻ ഐലൈൻ ചെയ്യുന്നത്. ഭയങ്കര വിങ്സോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല. ഒരു കുട്ടി ഐലൈനാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ഇതാണ് എൻ്റെ ഐലൈനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മസ്കാര അപ്ലൈ ചെയ്യാം. അപ്പോൾ ഏത് മസ്കാര ചൂസ് ചെയ്യണം എന്നില്ല കൺഫ്യൂഷനിലായിരുന്നു ഞാൻ. അങ്ങനെ മെബെല്ലൈൻ്റെ സ്കൈ ഹൈ മസ്കാര, ലാഷ് സെൻസേഷണൽ സ്കൈ ഹൈ, ആ ഒരു മസ്കാര യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം അതാകുമ്പോൾ കുറച്ചുകൂടെ നല്ല രീതിയിൽ നമുക്ക് ലാഷസ് നിൽക്കും കേട്ടോ. ഇനി ഇത് അടുത്തതായിട്ട് നമുക്ക് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഷാർലറ്റ് ടിൽബറിയുടെ പില്ലോ ടോക്ക് മീഡിയം എന്ന് പറയുന്ന ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ. എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ന്യൂഡ് ലിപ്സ്റ്റിക്കാണിത്. അപ്പോൾ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ വാസ്ലിൻ്റെ ലിപ് ബാം അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം നമുക്ക് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ കൈ വെച്ച് ഇങ്ങനെ അത് നല്ല രീതിയിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു നാച്ചുറൽ ഫിനിഷിങ് കിട്ടും കേട്ടോ. നല്ലൊരു മാറ്റ് ഫിനിഷ് കിട്ടും. ഇനി നെക്സ്റ്റ് നമുക്കൊരു പൊട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ബ്ലാക്ക് കളർ പൊട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പൊട്ടുകൂടെ വെച്ച് കഴിയുമ്പോൾ നമ്മളുടെ ആ ഒരു മേക്കപ്പ് കംപ്ലീറ്റ് ആയി. ഞാനങ്ങനെ ഭയങ്കര വലിയ മേക്കപ്പൊന്നും അല്ല ചെയ്തിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പാണ് കേട്ടോ. ഇനി നമുക്ക് മുടിയൊന്ന് കെട്ടിക്കൊടുക്കാം. ഞാനിന്ന് രാവിലെ കുളിച്ചതുകൊണ്ട് തന്നെ, തല കഴുകിയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഹെയർ നിൽക്കുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ കുളിച്ച് കഴിഞ്ഞതിന് ശേഷം ഹെയർ ഡ്രൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് സീറം അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും അത് അപ്ലൈ ചെയ്യുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ നോക്കുമായിരുന്നു എങ്ങനെയാണ് ഹെയർ സെറ്റ് ചെയ്യാനായിട്ട് നല്ലതെന്നുള്ളത്.
ഞാൻ സാധാരണയായിട്ട് ഇങ്ങനെ നടുവിൽ ഫ്രണ്ടിൽ പാർട്ടീഷൻ ചെയ്യാറില്ല മുടി. അപ്പോൾ സൈഡിൽ തന്നെ ഒന്ന് ചീകി നോക്കി അതൊന്ന് സൈഡൊന്ന് എടുത്ത് ട്വിസ്റ്റ് ചെയ്തൊക്കെ ചെയ്ത് നോക്കി. പക്ഷെ അത്ര ഭംഗി തോന്നിയില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും നടുവിൽ പാർട്ടീഷൻ ചെയ്ത് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ നടുവിൽ പാർട്ടീഷൻ ചെയ്ത് ചെറുതായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്ത് അവിടെ പിന്ന് വെച്ച് സെക്യൂർ ചെയ്ത സമയത്ത് എനിക്ക് കുറച്ചൊരു ഭംഗി പോലെ തോന്നി. അപ്പോൾ രണ്ട് സൈഡിലും ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് നല്ല ഭംഗി തോന്നിയിട്ടാണ്. അപ്പോൾ ഞാൻ ആ വീഡിയോ എടുക്കുന്നതിനിടയിൽ ഇഷാൻ്റെ അടുത്താണ് സംസാരിക്കുന്നത്. ഇഷാനും ഏട്ടനും പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ റെഡിയായി കഴിഞ്ഞപ്പോഴേക്കും അവർ എത്തിയെന്ന് പറഞ്ഞു ഇഷു. അപ്പോൾ ഞാനങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അവസാനമായിട്ട് ഇതാ നമുക്ക് കുറച്ച് പെർഫ്യൂമും കൂടെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ വേഴ്സാഷയുടെ ബ്രൈറ്റ് ക്രിസ്റ്റൽ എന്ന് പറയുന്ന പെർഫ്യൂമാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പെർഫ്യൂമാണ് കേട്ടോ. എൻ്റെ സ്മെല്ലുണ്ടല്ലോ അടിപൊളിയാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഭയങ്കര വലിയ മേക്കപ്പും കാര്യങ്ങളൊന്നുമല്ല, എന്നാലും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും അടുത്ത് തന്നെ കാണാം. ബൈ ബൈ, ഹാവ് എ ഗുഡ് ഡേ.